അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പില്ലാതെ രാഹുൽ ഗാന്ധിയെ അധികാരത്തിൽ വരുത്തുക, അതിന് മാർഗം ബഹളം വയ്ക്കുക. ഷെയ്ഖ് ഹസീനയെ അവർ മാറ്റിയേ കണ്ടില്ലേ, 72-74% വോട്ട് കിട്ടിയ ആളാണ്. ബഹളം വെച്ചിട്ട് അവരെ നാട് കടത്തി ഭരണം മാറ്റിയെടുത്തു. അതുപോലെ ഇന്ത്യയിൽ പറ്റുമോ എന്ന് പലതവണ അവർ നോക്കുന്നു. ഇത് ആദ്യത്തെ അറ്റംപ്റ്റ് ഒന്നുമല്ല. കർഷക സമരം ആ ഒരു അറ്റംപ്റ്റായിരുന്നു. ചെങ്കോട്ടയിൽ കയറി കൊടിയൊക്കെ പൊക്കിയാണല്ലേ, ആ അറ്റംപ്റ്റായിരുന്നു ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നുള്ളത്. CAA അതായിരുന്നു എല്ലാ റോഡും ബ്ലോക്ക് ചെയ്ത് ഷഹീൻ ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്ത്. അതൊന്നും വിജയിച്ചില്ല. ഇനിയിപ്പോൾ ഇത് വെച്ച് വിജയിക്കാൻ പറ്റുമോ? ഇത് കേട്ടിട്ട് നമ്മുടെ ചാനലുകാർ, മലയാളം ചാനലുകാർ ഓടുന്നു. ഏത് രാഘവൻ പുതിയ പറമ്പിലാണോ പഴയ പറമ്പിലാണോ പുത്തൻ പറമ്പിലാണോ എന്ന് അന്വേഷിച്ചിട്ട്, എന്നിട്ട് ഈ 3 പറമ്പും അതിൻ്റെ വിഷ്വൽസ് കാണിക്കുന്നു. അതിനെന്താ സാങ്ക്ടിറ്റി എനിക്ക് മനസ്സിലായില്ല. 9 പേരെ രജിസ്റ്റർ ചെയ്ത് ഈ വീട്ടിൽ നിന്നാണ്, എന്നിട്ടൊരു വീട് കാണിക്കുന്നു. അതിനെന്താ അത്? എന്തോ വലിയ കാര്യം കണ്ടുപിടിച്ച പോലെ. അല്ല, ഇതൊക്കെ ഈ ആദ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, ഇത് ഇങ്ങനെയല്ലേ? എന്തവസ്ഥയാണ് ഇത്? എനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് മിക്കവാറും എനിക്ക് 2 വോട്ടുണ്ടാകും. കാരണം ഈ വോട്ടർ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടല്ല, ഇത് 1993 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുവരെ ഒരു ഐഡൻറ്റിറ്റി കാർഡും ഇല്ല. ജനം ചുമ്മാ പോയി വോട്ട് ചെയ്യുകയാണ്. അങ്ങനെ വോട്ട് ചെയ്ത് തുടങ്ങിയവനാണ് ഞാൻ. ഇത് രാഹുൽ ഗാന്ധിക്ക് അറിയാമോ? ഈ വോട്ടർ ID എന്ന് പറയുന്നത് 93 2002 ആയി കഴിഞ്ഞപ്പോൾ ഇത് ഏകദേശം ഇന്ത്യ മൊത്തം ആയി എന്ന് വന്നു. ബട്ട് ഇന്നും ആസ് ഓഫ് നൗ വോട്ടർ ID കാർഡ് ഇല്ലാതെയും ഒരാൾക്ക് വോട്ട് ചെയ്യാം. പാസ്പോർട്ട്, ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഫോട്ടോ പതിച്ച ബാങ്ക് പാസ്ബുക്ക്, നാഷണലൈസ് ബാങ്കിൻ്റെയോ പോസ്റ്റ് ഓഫീസിൻ്റെയോ പാസ്ബുക്ക്, ഇങ്ങനെ 12 വേറെ എഴുതിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം മതി വോട്ട് ചെയ്യാനായിട്ട്. ഇനി ഇത് കൂടുതൽ എന്താ ചെയ്യേണ്ടത്? എന്ത് സംഭവിച്ചെന്നാണ്? 4 സ്ഥലത്ത് ഒരാൾക്ക് വോട്ടുണ്ട്, ഉണ്ടായിരിക്കാം. ബട്ട് അയാൾ വോട്ട് ചെയ്തോ 4 സ്ഥലത്ത്? ഇല്ലല്ലോ. ആളുകൾ സ്ഥലം മാറുന്നതിന് 140 കോടി ജനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അവിടുത്തെ വോട്ടർ പട്ടികയിൽ ചേരും. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇതെല്ലാം കൂടെ എഡിറ്റ് ചെയ്യണം, എഡിറ്റബിൾ വേർഷൻ ഫയൽ തരണം. അത് നടക്കില്ല സർ. വോട്ടർ പട്ടിക ചേർക്കുന്നതും മാറ്റുന്നതും ഒക്കെ ഇലക്ഷൻ കമ്മീഷനാണ് അതിൻ്റെ അധികാരി. നാട്ടുകാരെല്ലാം കൂടെ അതിൽ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതെന്താ വിക്കിപീഡിയയോ? ഒരാൾ എഡിറ്റ് ചെയ്യുന്നു, മറ്റേ എടുത്ത് കളയുന്നു. ഇത് അൺറീസണബിൾ ഡിമാൻഡ്. അത് മാത്രമല്ല, ഇങ്ങനെ ചേർക്കുന്നതിലൊക്കെ ഒരു നിയമം മൂലമാണല്ലോ ചേർക്കുന്നത്. അവരതിനുള്ള രേഖകൾ കാണിച്ചാണല്ലോ ചേർക്കുന്നത്. അതെ. ഇനി രേഖ കാണിക്കാതെ തന്നെ ഒരാൾ കടന്നു കൂടിയെന്ന് വെച്ചോ, അതിന് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത റിവൈസ് ചെയ്യുമ്പോൾ അയാളെ നീക്കും. ഇതാണ് ചെയ്യുന്നത്. ഈ BLO എന്ന് പറയുമല്ലോ, ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് വെച്ചാൽ അംഗനവാടിയിലെ ടീച്ചർ. അവർക്ക് ആ പ്രദേശം അറിയാമല്ലോ. എത്ര തിങ്ങിപ്പാർക്കുന്ന നഗരമാണെങ്കിലും അംഗനവാടി ടീച്ചറിന് അവരുടെ കീഴിൽ ഇത്ര വീടേ ഉള്ളൂ. ആ വീടുകളുടെ കാര്യം അവർ നോക്കുക. ഇതാണ് ഈ ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ അവരത് നോക്കിയിട്ട് അടുത്ത തവണ മാറ്റിക്കോളും. അല്ല, ഈ വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ഈ ബൂത്തിൽ ആളുകൾ ഇരിക്കുന്നുണ്ടല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിനിധികളായിട്ട്. അവർ കൃത്യമായിട്ട് നോക്കിയിട്ടല്ലേ ഈ വോട്ട് ചെയ്യുന്നതും? നോക്കിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്, ഇനി നോട്ടക്കുറവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറ, ഞങ്ങൾ അടുത്ത റിവിഷനിൽ അത് തിരുത്താം. അതുകൂടാതെ ഇവർ ഈ പറയുന്ന പോലെ ഓരോ വീട്ടിലും പോയി പരിശോധിച്ച് BLA കൊണ്ട് നോക്കിച്ച് റിവൈസ് ചെയ്യുന്നതാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. അത് 2003 ശേഷം നടത്തിയിട്ടേ ഇല്ല, എങ്ങും നടത്തിയിട്ടില്ല. അപ്പോൾ അത് ബീഹാർ വെച്ച് തുടങ്ങുന്നു. ബീഹാറിൽ ഇപ്പോൾ തീർന്നു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. പക്ഷേ അതിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതല്ലേ വോട്ടർമാരെ ചേർത്തത് കുറ്റം. എന്നാൽ ശരി, ഇത് എടുക്കാം, അതും കുറ്റം. ഇപ്പോൾ തെരഞ്ഞെടുപ്പില്ലാതെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി. അതൊന്നും കേൾക്കണ്ട, രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രി.